സംഗീതത്തെ പ്രധാന കഥാപാത്രമാക്കി കെ വിശ്വനാഥ് ഒരുക്കിയ ചലച്ചിത്രമായിരുന്നു ശങ്കരാഭരണം. 1980 ഈ സിനിമ 15 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അതിപ്രശസ്തമായ ഗാനമാണ് ദൊരഗുണ എന്ന് തുടങ്ങുന്ന ഗാനം. ശങ്കരശാസ്ത്രികൾ പാടുന്ന ഈ ഗാനത്തിൻ്റെ ഒരു മിമിക്രി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ പ്ലസ് ട്രാക്ക് എന്ന് പറയും. അതാണ് നാം ഇനി കാണാൻ പോകുന്ന ജഗതി ചേട്ടൻ അനശ്വരമാക്കുന്ന ഒരു ഗാനരംഗം. నా ప్రాణదీపమై నాలోన వెలిగే പലപ്പോഴും പല വേദികളിലും ഗാനമേള വേദികളിൽ പലപ്പോഴും പ്ലസ് ട്രാക്കാണ് പ്ലേ ചെയ്ത് വരുന്നത്. ഇതിനുള്ള 30-40 വർഷം മുമ്പുള്ള ഒരു വിമർശനം എന്ന രീതിയിൽ ഈ ഗാനരംഗത്തെ കാണുക. അവിടെ ഒറിജിനൽ ട്രാക്ക് വെച്ചിട്ട് ജഗതി ചേട്ടൻ അഭിനയിക്കുമ്പോൾ, കൂടെ മമ്മൂട്ടിയും അഭിനയിക്കുമ്പോൾ, അടൂർബാസി ചേട്ടൻ ജഡ്ജായിരിക്കുന്ന ആ രംഗം കാണുമ്പോൾ, ഒരു ഗാനരംഗത്തെ ഗൗരവതരമായി ഷൂട്ട് ചെയ്ത ശങ്കരാഭരണത്തിലെ ഗാനരംഗത്തെ എങ്ങനെ ഹാസ്യാത്മകമാക്കാം, എങ്ങനെ ചുമയ്ക്കാം, അത് മറ്റൊരു രീതിയിലാക്കാം എന്ന് ജഗതി ശ്രീകുമാർ തൻ്റെ അഭിനയം കൊണ്ട് വെളിപ്പെടുത്തുന്നു. ഇതാണ് സർഗധനായ ഒരു കലാകാരൻ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ജഗതി ചേട്ടൻ ലൊക്കേഷനിലെത്തിയാലും അതീവ രസകരമാണ്. കൊച്ചു നുറുങ്ങുകൾ മുതൽ വലിയ പൊട്ടിച്ചിരികൾ വരെ ലൊക്കേഷനിൽ അദ്ദേഹം സമ്മാനിക്കും. ക്യാമറ ഓൺ ചെയ്താൽ നാം കാണുന്നത് മറ്റൊരാളെയാണ്. എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ വളരെ ഗൗരവ പ്രകൃതിക്കാരനായിരുന്നു ജഗതി ശ്രീകുമാർ. മാത്രവുമല്ല, ജഗതി ശ്രീകുമാറിൻ്റെ പ്രസംഗങ്ങൾ എല്ലാം തന്നെ വളരെ ഗൗരവപരമായ വിഷയങ്ങളായിരുന്നു. പലപ്പോഴും പല സ്ഥലത്തും ജഗതി ചേട്ടനോടൊപ്പം പോയപ്പോൾ അദ്ദേഹം വളരെ ഗൗരവതരമായ സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളാണ് പ്രസംഗിക്കുന്നത്. ആരോഗ്യശ്രീമാനിന്നൊരു മംഗളവരവേൽപ്പ്, തിരുമംഗളവരവേൽപ്പ്, ഗജരാജനകമ്പടിയുണ്ടേ, പടനായകർ മുമ്പിലുമുണ്ടേ, മൂളക്കം മൂടിവരും മഞ്ചലുമാളോരേ. തകിലടി പടകം വാദ്യവിശേഷവുമായി, സുരവാദ്യവിശേഷവുമായി, ആരോഗ്യശ്രീമാനിന്നൊരു മംഗളവരവേൽപ്പ്, തിരുമംഗളവരവേൽപ്പ്. സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കും കഥാപാത്രങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിലേക്കും കൂടുമാറിയിരുന്ന ഹാസ്യത്തിൻ്റെ ചക്രവർത്തി ജഗതി ശ്രീകുമാർ എന്ന അമ്പിളിച്ചേട്ടൻ ഇന്ന് നിശബ്ദനാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷേ നാം എല്ലാം പ്രതീക്ഷയിലാണ്. ജഗതി ചേട്ടൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചലച്ചിത്രകാരന്മാരും നടീനടന്മാരും എല്ലാവരും പ്രതീക്ഷയിലാണ്. വീണ്ടും ഒരു ഹാസ്യത്തിൻ്റെ പുതുയുഗം തീർക്കാൻ, ഒരു നവലോകം തീർക്കാൻ ജഗതി ചേട്ടൻ്റെ വരവും കാത്ത്. അദ്ദേഹം നൽകിയ എല്ലാ കഥാപാത്രങ്ങളും നമ്മെ ചിരിപ്പിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ തിരിച്ചുവരവിനായി ഞാനും പ്രാർത്ഥിക്കുന്നു. ചക്കരപ്പന്തൽ നീരാടാൻ പനിനീരിൽ പൂങ്കുളമുണ്ടല്ലോ, തേവാരം കഴിയാനോ തൊട്ടിലുമുണ്ടല്ലോ,
മണിമുട്ടി അമൃതേത്തോ വിഭവ സമൃദ്ധം വന്നു നിരക്കുന്നേ